ട്രംപ് തന്നെ മുന്നിൽ കാണുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് പെട്ടെന്ന് അടിക്കുക, തീർക്കുക, തിരിച്ചു വരിക, ബാക്കി ബിസിനസ് ആസ് യൂഷ്വൽ എന്നുള്ള നിലയിലുള്ള ഒരു സംഗതിയാണ് അയാൾ മുന്നിൽ കാണുന്നത്. പക്ഷേ അതത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള ഇതിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാലാണ്. എപ്പോഴും ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ആരംഭിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അവസാനിപ്പിക്കുക. അത് മനസ്സിലാക്കാൻ ഇതുവരെയും ട്രംപിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ അതിൻ്റെ അവസാനത്തെ പാഠമായിരിക്കാം. എനിവേ അത് മാർക്കോ റൂബിയോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മാത്രമല്ല, അതേ മീറ്റിങ്ങിൽ ഈ G7 ഉച്ചകോടിയിലെ ബാക്കി എല്ലാ വിദേശകാര്യമന്ത്രിമാരും 7 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും ഒന്നിച്ചു ചേർന്ന് മനുഷ്യനാശം ഉണ്ടാവരുത് എന്നുള്ളൊരു സന്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വശത്ത് നടക്കുന്നു ഒന്ന്. മറ്റൊരു വശത്ത് യമനികൾ ഹൂത്തികൾ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട്. അപ്പോൾ അത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു സ്ട്രാറ്റജി. സാധാരണഗതിയിൽ അവർ ഈ നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സ് ആയിരുന്നു നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലുപരിയായിട്ടുള്ള ഒരു സംഗതിയിലേക്ക് പോയിട്ട് ഇപ്പോൾ ഫൈനലി ആ സഹായം കൂടി ഇറാന് ഒരു വശത്ത് നിന്ന് കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു സംഗതിയുണ്ട്. ഓൾറെഡി 11 ഹിസ്ബുള്ള അറ്റാക്സ് വേറെയും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സബ്സൈഡ് ചെയ്ത് ഇല്ലാതാവുന്നു എന്നുള്ള ഒരു സൂചനയും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ സൈഫിന് ആ ലേഖനം കാണിച്ചു. റാം മാധവ് എഴുതുന്ന ഒരു സംഗതി നമുക്കറിയാമല്ലോ. റാം മാധവ് RSSൻ്റെ ഒരു ഐഡിയോളോഗാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇത് അമേരിക്കയോ ഇസ്രായേലോ വിചാരിച്ചാൽ തീരുന്ന യുദ്ധമല്ല, ഇറാൻ വിചാരിച്ചാൽ മാത്രം തീരുന്ന യുദ്ധമാണ് എന്നാണ്. നമുക്ക് അത്ഭുതകരമായി തോന്നുന്ന ഒരു കാഴ്ചപ്പാടാണ് റാം മാധവ് ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ ഭരണകൂടം പോലും ആ നിലയിൽ അതിനെ കാണുന്നുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ പറയുന്നത് ഇറാൻ അതിൻ്റെ നമ്മളൊക്കെ സംസാരിച്ചിരുന്ന ആ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളോടും കൂടി യുദ്ധത്തെ നേരിട്ടതിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അന്തിമമായി ഇത് തീരുമാനിക്കാൻ പോകുന്നത് ഇറാനാണ്. ഇറാൻ എപ്പോൾ ഈ യുദ്ധം നിർത്തണം എന്നുള്ളത് ഇനിയിപ്പോൾ തീരുമാനിക്കാൻ പോകുന്ന ഇറാനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ലോകം അതിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇറാൻ്റെ ശക്തി എന്താണ് എന്നുള്ളതല്ല, ഇറാൻ്റെ സസ്റ്റൈനബിലിറ്റി എന്താണെന്നുള്ളതാണ്. എങ്ങനെ ഈ യുദ്ധത്തെ നിലനിർത്തിക്കൊണ്ടു പോകാം, അവരെ സംബന്ധിച്ചിടത്തോളം വിജയം എന്നതിലുപരി എത്ര കാലം യുദ്ധം ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്ന നിലയിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഗതി. അപ്പോൾ അത് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. മാത്രമല്ല, ഒരു വശത്ത് ട്രംപിൻ്റെ ഈ സ്ട്രാറ്റജിക്കലായിട്ടുള്ള എറേഴ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ വൈരുദ്ധ്യം നിറഞ്ഞ ഈ സംഗതികൾ മുഴുവൻ പുറത്തു വരുന്ന ഒരു സമയത്ത് ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത്? അവർക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. അവർ തുടരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാനും ഇസ്രായേലും US തമ്മിലുള്ള ആ ഒരു യോജിപ്പിൽ തന്നെ ഏതൊക്കെയോ തരത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ ഗ്യാപ്സ് വരികയാണ്. അവർ അറ്റാക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനനുസരിച്ച് ഇറാൻ്റെ കൗണ്ടർ അറ്റാക്ക് ഗൾഫിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒമാനിൽ അറ്റാക്ക് ചെയ്യുന്നു, കുവൈറ്റിൽ അറ്റാക്ക് ചെയ്യുന്നു, UAE കണ്ടിന്യൂ ചെയ്യുന്നു, സൗദിയിൽ സംഭവിക്കുന്നു. അപ്പോൾ ഇത് എന്താ പറയുക, പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴ ഇങ്ങനെ അവസാനിക്കാനേ പോകുന്നില്ല എന്നുള്ളൊരു ഭീതിയിലേക്ക് ജനങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ പൊതുവിൽ നമുക്ക് ആ ഒരു അന്തരീക്ഷമാണിപ്പോൾ യഥാർത്ഥത്തിൽ കാണുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല ഡിപ്ലോമാറ്റിക് സംഗതിയിലൂടെ ഇത് ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് അവസാനിക്കുന്നു. പിന്നെ കരയുദ്ധം എന്ന് പറയുന്നത് അത്ര മണ്ടത്തരം ട്രംപ് കാണിക്കുമോ എന്നുള്ള സംശയമുണ്ട്. ഇപ്പോൾ ഇത്രയും കൊണ്ട് തന്നെ ഈ നേരിട്ട വലിയ തിരിച്ചടികളെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത അടികളെന്ന് പറയാവുന്ന സംഗതി ഉണ്ടായിട്ട് നേരിട്ട് ഇറാനെ പോലൊരു രാജ്യത്ത് അങ്ങനെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത് പലരും അത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പലരും ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ട്രംപ് ആയതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാനും വയ്യ. നേരത്തെ അവിടെ പോയ കപ്പലുകൾ അവിടെ കപ്പലുകൾ 2 കപ്പൽ അല്ലേ, ബ്രാവ്ലിംഗൺ, അതിന് നേരെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് മൂന്നാമതൊരു കപ്പലും കൂടി അവിടെ അയച്ചിട്ട് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം.